ഹായ് മക്കളെ, വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി ആനന്ദു. മക്കളെ, ഇന്ന് നമ്മുടെ +2 മാത്സ് എക്സാം ആണ്. എല്ലാവർക്കും പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നേരത്തെ എക്സാമുകളെല്ലാം ടഫ് രീതിയിൽ ചോദിച്ചുകൊണ്ട് മാത്സ് എക്സാമും ടഫ് ആകുമെന്നൊരു കൺഫ്യൂഷൻ, ഒരു ചിന്തയൊക്കെ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അതെല്ലാം മാറ്റിവെക്കുക. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. സമാധാനത്തോടെ ഇരിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക. ഉച്ചവരെ സമയമുണ്ട്. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുക. അതിനുശേഷം നിങ്ങൾ ഒട്ടും താമസിക്കാതെ തന്നെ സ്കൂളിൽ പോവുക. എക്സാം ടൈമിന് മുമ്പ് പുതിയ കാര്യങ്ങളൊന്നും നിങ്ങൾ തലയിലേക്ക് അടിച്ച് കയറ്റരുത്. വളരെ കൂളായിട്ട് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും വളരെ കൂളായിട്ടിരിക്കുക. മനസ്സ് ശാന്തമാക്കുക. അതിനുശേഷം എക്സാം ഹാളിലേക്ക് കയറുക. എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ ഉടനെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ കൂൾ ഓഫ് ടൈം വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ മറിച്ച് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കാരണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നമുക്കറിയാവുന്ന 6 മാർക്കിന് 2 ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 2 ക്വസ്റ്റ്യൻ, ഡിറ്റർമിനൻസും ഗ്രാഫും. ഇത് രണ്ടും കാണുമ്പോഴേ നമുക്ക് പകുതി ആശ്വാസമാകും. ആദ്യം നിങ്ങൾ മറിക്കേണ്ട എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ആ 2 ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് ആശ്വാസമാകും, വളരെ കൂളാകും. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് എഴുതി തുടങ്ങുമ്പോഴേ ഞാൻ നിങ്ങളോട് പറയുന്ന മക്കളെ, അവസാനത്തെ ആ 2 ക്വസ്റ്റ്യൻ ഗ്രാഫ് ആദ്യം തന്നെ വരച്ചു വെച്ചോളുക, ഡിറ്റർമിനൻസ് ആദ്യം എഴുതി വെച്ചോളുക. അപ്പോൾ 6 ആറും 12 മാർക്കോടെ ഉറപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഓൾറെഡി കൂടും. അതിനുശേഷം വളരെ കൂളായിട്ട് 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100% ഉറപ്പാണ് ഉണ്ടാവും. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് ടഫ് ക്വസ്റ്റ്യനെ പറ്റി ആലോചിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. അറിയാവുന്ന ക്വസ്റ്റ്യനെ പറ്റി ആലോചിച്ച് വളരെ കൂളായിട്ട് എഴുതുക. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ 2 എഴുതിക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസം. 12 മാർക്ക് കിട്ടിയല്ലോ. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഓരോന്നോരോ നോക്കുക. മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഞാൻ അറിയാൻ വയ്യാത്താണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണമെന്ന് എൻ്റെ എല്ലാ മക്കളോടും ഞാൻ പറയുവാണ്. ക്വസ്റ്റ്യൻ ഒന്നും വിടരുത് കേട്ടോ. 6 മാർക്കിൻ്റെ ഒരെണ്ണം കൂടെ എഴുതണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി, നമ്മൾ പഠിച്ച കണ്ടിന്യൂറ്റിയിൽ മക്കളെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതിനകത്ത് ഡെറിവേറ്റീവ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അത് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ഇൻ്റഗ്രൽസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുമോ നോക്കുക. പറ്റിയില്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് മാക്സിമം എഴുതി വെക്കുക. ഉറപ്പായിട്ടും സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ പറയാം, സമയം കളയില്ല. നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ഈ സമയം ഉപയോഗപ്പെടുത്തുക. എക്സാം ഹാളിൽ വളരെ കൂളായിട്ടിരിക്കുക. ടെൻഷൻ അടിച്ച് ബാക്കിയുള്ളതും കൂടെ മറക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. വളരെ സമാധാനമായിട്ട് എക്സാം എഴുതുക. നല്ലൊരു എക്സാം ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ടഫ് ക്വസ്റ്റ്യൻസ് കാണും, ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും കാണും കേട്ടോ. വളരെ കൂളായിട്ട് എഴുതി എക്സാം ആയിട്ട് വളരെ സന്തോഷത്തോടെ വരിക മക്കളെ. ഇതിൻ്റെ ആൻസർ കീ എക്സാം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ 1 മണിക്കൂർ 2 മണിക്കൂറിൽ ഞാൻ എക്സാം കീ പബ്ലിഷ് ചെയ്യും. എല്ലാ മക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കാണണം. ഓക്കെ, നമുക്ക് വൈകുന്നേരം എക്സാം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ മക്കളെ, എല്ലാവരുടെയും കമൻറ്റ്സ് എനിക്ക് കാണണം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് നമുക്ക് വൈകുന്നേരം കാണാം. എല്ലാ മക്കളും പോയി നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.